ഹൃദയമുള്ള ഒരു അടിമ പെൺകുട്ടി. അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണ്. അരാം രാജാവിന്റെ സേനാപതിയായ നയമാന്റെ വീട്ടിൽ അവൾ യജമാനത്തിക്ക് അടിമ വേല ചെയ്യുകയാണ്. അവൾ ഇസ്രായേൽക്കാരത്തിയാണ്. ഇസ്രായേലും അരാമും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റു, അരാം ജയിച്ചു. അവിടുന്ന് ധാരാളം ആൾക്കാരെ അടിമകളായി പിടിച്ചുകൊണ്ടുവരുമ്പോൾ അതിൽ ഒരുവളായിട്ട് പിടിക്കപ്പെട്ടവളാണ് ഈ കൊച്ചു പെൺകുട്ടി. അവൾ നയമാന്റെ വീട്ടിൽ വന്ന് താമസം ആരംഭിച്ചപ്പോൾ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. യജമാനൻ പരാക്രമശാലിയാണെങ്കിലും അയാൾ ഒരു വലിയ രോഗത്തിന് അടിമയാണ്. കുഷ്ഠരോഗമാണ് അയാളെ ബാധിച്ചിരിക്കുന്നത്. അന്ന് കുഷ്ഠരോഗത്തിന് മരുന്നില്ല. ഈ രോഗത്തിൽ അയാൾ ചില നാളുകൾക്കുള്ളിൽ മരിച്ചുപോകും. വേണമെങ്കിൽ ആ പെൺകുട്ടിക്ക് ചിന്തിക്കാമായിരുന്നു, ഇത് അയാൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്. ഇസ്രായേൽ ദൈവത്തിന്റെ ജനമായതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്ത് അവിടുത്തെ ജനങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ ദൈവം അയാളെ ശിക്ഷിച്ചതാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ചിന്തിക്കാം. അതിനു പകരം അവൾ യജമാനത്തിയോട് പറയുന്നു, യജമാനൻ ഞങ്ങളുടെ നാട്ടിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് പോയിരുന്നു എങ്കിൽ. അങ്ങനെ അവളുടെ വാക്ക് കേട്ട് നയമാനും ചില സ്നേഹിതരും ഇസ്രായേലിൽ എലീശ എന്ന പ്രവാചകന്റെ അടുത്തേക്ക് പോകുന്നു. അവർ ആദ്യം രാജാവിൻ്റെ അടുത്താണ് പോയത്. രാജാവിന് നയമാനെ കണ്ടിട്ട് ഭയം തോന്നി. വീണ്ടും യുദ്ധത്തിന് വന്നതാണെന്ന് കരുതി, നിനക്ക് സൗഖ്യം തരാൻ ഞാൻ എന്നാ ദൈവമാണോ എന്നൊക്കെ ചോദിച്ചു. രാജാവിന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് പോയിരുന്നെങ്കിൽ. അങ്ങനെ നയമാൻ എലീശ പ്രവാചകന്റെ അടുക്കൽ എത്തുകയും എലീശ പറഞ്ഞതനുസരിച്ച് യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി തൻ്റെ രോഗത്തിന് സൗഖ്യം വന്ന് സന്തോഷത്തോടെ അരാമിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മടങ്ങിപ്പോകുമ്പോൾ നയമാൻ ഒരു കാര്യം മനസ്സിലായി, ഇസ്രായേലിലെ ദൈവമാണ് യഥാർത്ഥ ദൈവം. ആ ദൈവമാണ് സകലത്തിൻ്റെയും സകലതുമെന്ന് മനസ്സിലാക്കിയ നയമാൻ പിന്നീട് ആ ദൈവത്തെ തന്നെ സേവിക്കുവാൻ തീരുമാനിച്ചു. ഇതിൻ്റെ കാരണക്കാരി ഈ അടിമ പെൺകുട്ടിയാണ്, അവളുടെ വാക്കാണ്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഓർക്കാം, നമ്മളറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പറയാൻ നാം തയ്യാറായില്ലെങ്കിൽ അവരെങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയും? അവരെങ്ങനെ അവരുടെ പാപത്തിൻ്റെ പരിഹാരമായ രക്ഷ കണ്ടെത്തും? നമ്മളുടെ ഉത്തരവാദിത്തമാണ് മറ്റുള്ളവരോട് പറയുക എന്നുള്ളത്. അത് നാം ചെയ്യുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. 43-ാം അധ്യായം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 10-ാം വാക്യം പറയുന്നു, നിങ്ങളെൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, തിരഞ്ഞെടുത്തിരിക്കുന്ന ദാസനാണ്. അതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തമാണ് മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയുക എന്നുള്ളത്. അങ്ങനെ പറയാൻ നമ്മൾക്കും ഒരു നല്ല ഹൃദയം ഉണ്ടാകുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.